ഹാർഡ് വർക്കിംഗ് ആണ്, ഡെയിലി സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, എന്നാലും കരിയറിൽ ഒരു ഗ്രോത്തും ഫീൽ ചെയ്യുന്നില്ല. പ്രൊമോഷൻ ഇല്ല, റെക്കഗ്നീഷൻ ഇല്ല, അച്ചീവ്മെന്റ്സ് ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് നിങ്ങൾ മാത്രമല്ല പലപ്പോഴും ഫേസ് ചെയ്യുന്നത്, പല ഗുഡ് ടാലന്റഡ് പീപ്പിളും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം ഇതാണ്. പ്രോബ്ലം ടാലന്റ് അല്ല, എഫേർട്ട് അല്ല, പ്രോബ്ലം ഡയറക്ഷൻ ആണ്. റീസൺ 1, ഹാർഡ് വർക്ക് വിത്തൗട്ട് വിസിബിലിറ്റി. പല പീപ്പിളും ബിലീവ് ചെയ്യുന്നത് ഞാൻ നന്നായി വർക്ക് ചെയ്താൽ മതി, someone will notice എന്നുള്ളതാണ്. പക്ഷെ വർക്ക് പ്ലേസ് റിയാലിറ്റി ഡിഫറെന്റ് ആണ്. ഹാർഡ് വർക്ക് സൈലന്റ് ആയി ചെയ്തിട്ട് കരിയർ ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യും എന്ന് നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. വിസിബിലിറ്റി അരഗൻസ് അല്ല, ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് വാല്യൂ. നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലേൺ ചെയ്താൽ മാത്രമേ നമ്മുടെ കരിയർ നെക്സ്റ്റ് ഫേസിലേക്ക് ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നോർമലി നമ്മുടെ ഡെയിലി മീറ്റിംഗ്സ് അല്ലെങ്കിൽ വീക്ക്ലി മീറ്റിംഗ്സിലൊക്കെ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ആ മീറ്റിംഗിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക, വർക്ക് അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഷെയർ ചെയ്യുക, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇത് കോൺഫിഡൻസ് ആണ് ബിൽഡ് ചെയ്യുന്നത്. അതൊരിക്കലും ഒരു ഷോ ഓഫ് ആയിരിക്കില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വിസിബിലിറ്റി നിങ്ങൾ പതിയെ കാണിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങളിലേക്ക് അറ്റൻഷൻ വരുള്ളൂ. റീസൺ 2, വെയിറ്റിംഗ് ഫോർ പെർഫെക്റ്റ് ടൈം. മെജോറിറ്റി പീപ്പിള് എപ്പോഴും തിങ്ക് ചെയ്യുന്നതാണ് റൈറ്റ് ടൈമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളത്. ആ റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യും, പലപ്പോഴും അങ്ങനത്തെ ഒരു ടൈമിംഗ് കിട്ടാറില്ല എന്നുള്ളതാണ്. പല പീപ്പിളും വെയിറ്റ് ചെയ്ത് പല വർഷങ്ങളും കഴിഞ്ഞു പോകും. ഇപ്പോൾ ടൈം ശരിയല്ല, നെക്സ്റ്റ് ഇയർ ട്രൈ ചെയ്യാം, ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് കരിയർ ഗ്രോത്ത് പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാറേ ഇല്ല ഒരിക്കലും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ലേണിംഗ്, നമ്മുടെ സ്പീക്കിംഗ്, നമ്മുടെ സ്റ്റെപ്പിംഗ് അപ്പ്, നമ്മൾ ഇടുന്ന ടെക്നിക്കൽ അപ്ഗ്രഡേഷൻസ്, ഇതെല്ലാം തന്നെ നമ്മുടെ എഫേർട്ടാണ്. ഇത് പെർഫെക്റ്റ് ടൈമിങ്ങിൽ ആവുമ്പോഴല്ല ഒരിക്കലും പറയേണ്ടത്. നിങ്ങൾ എപ്പോഴാണോ റെഡി ആയിട്ട് തോന്നുന്നത്, യു പുട്ടിങ് യുവർ 100% എഫേർട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഇഫ് യു ബിലീവ് ആൻഡ് അതിന് റിസൾട്ടും ഔട്ട്പുട്ടും ഉണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം. മൂന്നാമത്തെ റീസൺ കോൺഫിഡൻസ് ഗ്യാപ്പ് ആണ്. അതായത് പല പീപ്പിളിനും നല്ല സ്കിൽ ഉണ്ടായിരിക്കും, ടെക്നിക്കലി മേ ബി ദേ ആർ ഔട്ട്സ്റ്റാൻഡിങ്, പലപ്പോഴും അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. സ്കിൽസ് ഉണ്ടായാൽ മാത്രം പോരാ, കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യണം. സെയിം സ്കിൽസ് ഉള്ള രണ്ടുപേർ ഒരു ഓഫീസിൽ ഉണ്ടെങ്കിൽ എപ്പോഴും അറ്റൻഷൻ കിട്ടുന്നത് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും, വിസിബിലിറ്റി കിട്ടുന്നതും അവിടേക്കായിരിക്കും. പലപ്പോഴും രണ്ട് പീപ്പിളും ചെയ്യുന്ന വർക്ക് സെയിം ആണ്, അവരുടെ ഔട്ട്പുട്ട് സെയിം ആണെങ്കിൽ വിസിബിലിറ്റി കിട്ടുന്നത് കോൺഫിഡന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു എംപ്ലോയിക്കായിരിക്കും. കോൺഫിഡൻസ് മീൻസ് ഐ എം സ്റ്റിൽ ലേണിംഗ് ബട്ട് ഐ ബിലോങ് ഹിയർ എന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. നമ്മളുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ ടാലൻസ്, നമ്മുടെ സ്കിൽസ് നമ്മളത് പറഞ്ഞാൽ മാത്രമേ അത് റെക്കഗ്നൈസ്ഡ് ആവുകയുള്ളൂ. ഇവിടെ നമ്മളൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റിലേക്ക് തയ്യാറാകണം. കരിയർ ഗ്രോത്ത് ഇസ് നോട്ട് അബൌട്ട് ഡൂയിങ് മോർ വർക്ക്. ഡെഡിക്കേറ്റഡ് ആയിട്ട് പലരുടെ വർക്കുകൾ എടുത്ത് കുറെ സമയം ഇരുന്ന് ചെയ്യുന്നത് അല്ല കരിയർ ഗ്രോത്ത്. ഇറ്റ് ഇസ് അബൌട്ട് ഡൂയിങ് റൈറ്റ് വർക്ക് ആൻഡ് റൈറ്റ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ ലേൺ ചെയ്താൽ മാത്രമേ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ കരിയറിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സൈലന്റ്, സിൻസിയാരിറ്റി, ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ് ഇത് മാത്രം പോരാ, സ്മാർട്ട് വിസിബിലിറ്റി വേണം. നിങ്ങളുടെ വർക്ക് നോട്ടീസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ആ ഒരു കരിയർ ഗ്രോത്തിലേക്ക് നിങ്ങളും ഗ്രോ ചെയ്യത്തുള്ളൂ. എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി റൈറ്റ് സ്റ്റെപ്പുകൾ ഇതിനു വേണ്ടി എടുക്കാം? നമ്മുടെ കരിയർ നമ്മൾ ഡിസൈൻ ചെയ്താൽ മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പല വർഷങ്ങൾ ഒരേ പൊസിഷനിൽ അങ്ങനെ നമ്മൾ ഇരുന്നു പോകും. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ആക്ച്വലി. സെയിം ഓഫീസിൽ ചിലപ്പോൾ ഒരു 5, 8, 10 വർഷം വർക്ക് ചെയ്യുന്ന പീപ്പിൾ സെയിം പൊസിഷനിൽ ഇരിക്കുന്നുണ്ടാവും. അത് നമ്മളെ തന്നെ കില്ല് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മളുടെ എന്താണ് പൊട്ടൻഷ്യൽ, അതിന് വിസിബിലിറ്റി റേസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ വീക്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ വരുന്ന സമയത്ത് പലരുടെയും ഒപ്പീനിയൻസ് പറയുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്ക്ലി ബേസിസിൽ പുതിയ സ്കില്ല് നിങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്.
ലേൺ ചെയ്ത് സൈലന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആരും അറിയില്ല. നിങ്ങൾ ആ സ്കില്ല് ലേൺ ചെയ്തു എന്ന് ഏതെങ്കിലും ഒരു ഫോറത്തിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഓക്കെ ഹിസ് ടാലന്റ് ഇസ് നൗ അപ്ഗ്രേഡിങ്, ടെക്നിക്കലി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റി കിട്ടത്തുള്ളൂ. സ്മോൾ സ്റ്റെപ്സ് ക്രിയേറ്റ് കരിയർ മൊമെന്റത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഏതൊരു ഓർഗനൈസേഷനിലും ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കരിയർ ഗ്രോത്ത് ജസ്റ്റ് അനലൈസ് ചെയ്യുക. ഫ്രഷേഴ്സിനെ പറ്റി അല്ല ഞാൻ സംസാരിക്കുന്നത്. അവർക്ക് മേ ബി ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യാം. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു 3 വർഷം 5 വർഷം 10 വർഷം 15 വർഷം ഒക്കെ വർക്ക് ചെയ്യുന്ന പീപ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ഒന്ന് അനലൈസ് ചെയ്യുക. ഞാൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നു, എന്റെ സാലറി എങ്ങനെയുണ്ട്, എന്റെ പൊസിഷൻ എങ്ങനെയുണ്ട്, സെയിം പൊസിഷനിലാണോ നിൽക്കുന്നത്. ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും ഏതൊരു ഡൊമൈനിലും ഒരു കരിയർ ഗ്രോത്ത് പ്രോഗ്രഷൻ ഉണ്ട്. അത് നമ്മൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മളെ തന്നെ സൈലന്റ് ആക്കി നമ്മൾ വെക്കുന്നു എന്നതാണ്. നമ്മുടെ കരിയർ സ്ലോ ആണെങ്കിൽ ഡസൻ മീൻ നമ്മൾ ഫെയിൽ ആയെന്നല്ല, ഇറ്റ് മീൻസ് യു ആർ റെഡി ഫോർ എ ഷിഫ്റ്റ് എന്നുള്ളതാണ്. നമ്മളുടെ സൈഡിൽ നിന്ന് റൈറ്റ് സ്റ്റെപ്പുകൾ നമ്മൾ വെച്ച് തുടങ്ങിയാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് അത് നോട്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ആനുവൽ പൊസിഷൻ ചേഞ്ച് അല്ലെങ്കിൽ പ്രൊമോഷൻ, ഇവാലുവേഷൻ, അപ്രൈസിലൊക്കെ വരുന്ന സമയത്ത് ഓക്കെ ഈ പേഴ്സൺ ഈസ് ഡൂയിങ് സംതിങ് എക്സ്ട്രാ എന്ന് നോട്ടീസ് ചെയ്യാനും ആ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു റെക്കഗ്നേഷനിലേക്ക് നമ്മളെ ഓട്ടോമാറ്റിക്കലി സജസ്റ്റ് ചെയ്യാനും വരുള്ളൂ. സോ വേറെ ആരും വന്ന് നമുക്ക് വേണ്ടി സംസാരിക്കില്ല. നമ്മൾ നമുക്ക് വേണ്ടി സംസാരിച്ചാൽ മാത്രമേ നെക്സ്റ്റ് ഒരു കരിയർ ഗ്രോത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി ഇതിലെല്ലാം ഫൈനലി പറയാനുള്ളത്, നമ്മുടെ ഉള്ളിൽ തന്നെ കുറെ ലിറ്റിൽ വോയിസുകൾ ഉണ്ടാവും. അയ്യോ ഞാനിത് പറഞ്ഞാൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഇത് റൈറ്റ് മൊമെന്റ് ആണോ, എനിക്ക് അത്രയും സ്കില്ലുണ്ടോ, നമുക്കറിയില്ല നമ്മുടെ വലിപ്പം എന്താന്ന്. അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ വർക്ക് എപ്പോഴും ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. പല പ്ലാറ്റ്ഫോമിലും പല ഫോറത്തിലും നിങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഓക്കെ ഈ സ്കിൽ ഇവനുണ്ട് എന്നുള്ളതൊരു അണ്ടർസ്റ്റാൻഡിങ് മറ്റുള്ളവർക്ക് വരത്തുള്ളൂ. ഓട്ടോമാറ്റിക്കലി പല അപ്രൈസൽ റിവ്യൂ മീറ്റിംഗ്സിലും നമുക്ക് നമ്മളെ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനും അത് ഒരു നെക്സ്റ്റ് ഒരു കരിയർ ഗ്രോത്തിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സ്റ്റാർട്ട് ഷോയിങ് യുവർ വിസിബിലിറ്റി ഓഫ് വർക്ക്. ആഫ്റ്റർ അനലൈസിങ് യുവർ കരിയർ ഗ്രോത്ത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 5 വർഷം 10 വർഷമായിട്ട് ഞാൻ സെയിം പൊസിഷനിൽ തന്നെയാണോ ഇരിക്കണേ? ഡെഫിനറ്റ്ലി റിക്വയർഡ് എ ചേഞ്ച്. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഷോയിങ് യുവർ വിസിബിലിറ്റി ഓഫ് വർക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ കമന്റ് യുവർ ഫീഡ്ബാക്ക് ആൻഡ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കരിയർ ക്ലാരിറ്റി, കോൺഫിഡൻസ് ആൻഡ് ഗ്രോത്ത് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. This is Vinci Niju for Mind, Career and Wellness.